ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വെയിറ്റ് ലോസിനെ പറ്റിയുള്ള ഒരു യൂസ്ഫുൾ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് 3 മാസം നീണ്ടു നിൽക്കുന്ന സീരീസ് ഓഫ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടൻ കാണുമെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. വളരെ എളുപ്പത്തിൽ വീട്ടിൽ നിന്നും ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളും ഡയറ്റ് പ്ലാനുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ 3 മാസത്തെ നമുക്ക് 6 ഭാഗങ്ങളായിട്ട് തിരിക്കാം. അതിൽ ആദ്യത്തെ എപ്പിസോഡാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വർക്കൗട്ടിലേക്ക് തുടങ്ങാം. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഷൂവും മാറ്റും യൂസ് ചെയ്താൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. പിന്നെ വർക്കൗട്ടിന് മുന്നേ നമ്മൾ എന്ത് എക്സസൈസും ചെയ്യുന്നതിന് മുന്നേ വാമപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ അപ്പർ ബോഡിക്കും ലോവറിനുമാണ് വാമപ്പ് ചെയ്യുന്നത്. സ്ലോലി ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഷോൾഡർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരു 10 അങ്ങനെ കൗണ്ട് ചെയ്ത് ചെയ്യുന്നത്. പിന്നെ ഹിപ്പ് റൊട്ടേഷൻ ആണ്. ഏത് സൈഡാണോ റൊട്ടേറ്റ് ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. വളരെ പതുക്കെ സ്ലോയിൽ ചെയ്താൽ മതി. നമ്മൾ വാമപ്പ് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ ബോഡിയെ ഒന്ന് ഹീറ്റ് ആക്കുക, അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യാൻ പോവുകയാണെന്ന് നമുക്ക് ബോഡീനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാമപ്പ് ചെയ്യുന്നത്. ബോഡി അപ്പോൾ നമ്മൾ വാമപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി റെഡി ആവും. എന്ത് എക്സസൈസ് ചെയ്യുന്നാലും പെയിൻ കുറഞ്ഞു കിട്ടും. ഇപ്പോൾ ലോവറിനാണ് കൊടുക്കുന്നത്. കുറച്ച് രണ്ട് കാലും കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് മടക്കുകയാണ് ചെയ്യുന്നത്, കാൽമുട്ട്. ഇത് കുറച്ച് സമയം നിങ്ങൾ സ്ലോയിൽ ചെയ്യുന്നത്, എന്തോ നമ്മൾ പതുക്കെ ചെയ്യുന്നതാണ് നല്ലത്. പെട്ടെന്ന് കുറയണമെന്നില്ല വിചാരിച്ചിട്ട് നമ്മൾ സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേറെ എവിടെയെങ്കിലും പെയിനൊക്കെ വരും. അത് കഴിഞ്ഞ് സൈഡ് ലെഗ് റൈസ് ആണ് കൊടുത്തത്. പതുക്കെ നിങ്ങൾക്ക് പറ്റുന്നത്ര നിങ്ങൾ ഉയർത്തിയാൽ മതി. നിങ്ങൾക്ക് നേരെ നിന്നിട്ട് സൈഡ് ലെഗ് റൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഇതുപോലെ കാല് പൊക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളൊരു വാളിൻ്റെ സപ്പോർട്ടിൽ വാൾ പിടിച്ചിട്ട് ഒരു കാല് വീതം വെച്ചിട്ട് കൊടുത്താലും മതിയാവും. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊരു സൈഡിൽ ഞാനിപ്പോൾ ചെയ്തത് ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ കൊടുക്കുകയാണ്. സ്ലോയിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു കാലിൽ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോവാണ്. ഞാൻ കുറച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് എക്സസൈസ് റണ്ണിങ് ഇൻ പ്ലേസ് ആണ്. അത് നിന്നെടുക്കുന്ന തന്നെ നമുക്ക് പരമാവധി റൺ ചെയ്യാം. നിങ്ങൾക്ക് എത്ര തവണ ചെയ്യാൻ പറ്റുന്നോ അത്രയും നിങ്ങളുടെ ബോഡിക്കാണ് നല്ലത്. പരമാവധി നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം ബ്രീത്ത് ഔട്ടും ബ്രീത്ത് ഇന്നും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ പരമാവധി ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 20 അങ്ങനെയാണ് ചെയ്തത്. ടയേർഡ് ആവുന്നുണ്ട് ആക്ച്വലി. നെക്സ്റ്റ് ജമ്പിങ് ജാക്സ് ആണ്. ഇതൊരു ഫുൾ ബോഡി എക്സസൈസ് ആണ്. ഇതും നിങ്ങൾക്ക് കൗണ്ട് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാം. 20, 30 അങ്ങനെയൊക്കെ കൗണ്ട് ചെയ്ത് 3 സെറ്റ് കളിക്കാം. പരമാവധി കാലും കൈയും ഒരേ ഡയറക്ഷനിൽ പോകാൻ ശ്രമിക്കുക. ജമ്പ് ജാക്സ് എന്ന് വെച്ചാൽ ഫുൾ ബോഡി എക്സസൈസ് ആണ്. നമ്മൾ ഫുൾ ബോഡി ഫാറ്റ് ലോസ് ഇത് ചെയ്യാൻ ഉണ്ടാവും. നെക്സ്റ്റ് ഞാൻ സ്ക്വാട്ടാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാ എക്സസൈസും നമ്മൾ വളരെ സ്ലോയിൽ ചെയ്യണം. കൈ നിർത്തി വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ കൈ നിർത്തി വെച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഡോങ്കി കിക്സ് ആണ്. ഇതുപോലെ ഈ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് നമ്മൾ ഓരോ കാല് വീതം പതുക്കെ മുകളിലേക്ക് ഉയർത്തി കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഡോങ്കി കിക്സ് എന്നുള്ള പേര് വരാൻ കാരണം ആ ഒരു പൊസിഷൻ നിൽക്കുന്നതാണ് ഡോങ്കി പോലെ. നെക്സ്റ്റ് സൈഡ് ടു സൈഡ് ജമ്പാണ്. സൈഡ് ടു സൈഡ് ജമ്പ് ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് കിതക്കും. നമ്മൾ കറക്റ്റ് എണ്ണിയിട്ട് തന്നെ കറക്റ്റ് ചെയ്യുക. ഒരു 20, 30 എണ്ണിയിട്ട് നമ്മൾ എത്ര പരമാവധി ചെയ്യുന്നു അത്ര നമുക്ക് നല്ല എഫക്റ്റ് ഉണ്ടാവും. നെക്സ്റ്റ് ഉണ്ട് ഞാൻ ക്രഞ്ചസ് ആണ് ചെയ്യാൻ പോകുന്നത്. മാറ്റ് അവിടെ കിടന്നിട്ട് ക്രഞ്ചസ് ആണ്. അതും ഞാൻ 20, 30 അങ്ങനെ തന്നെ. നിങ്ങൾ പറ്റുമെങ്കിൽ 20, 23 സെറ്റ് ചെയ്യാം. ഞാനിവിടെ 15-ന് 3 സെറ്റാണ് ചെയ്യുന്നത്. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്ലാങ്ക് ആണ്. പ്ലാങ്ക് ഹോൾഡ് ചെയ്യാണ്. നമ്മൾ കറക്റ്റ് പൊസിഷനിൽ നിൽക്കണം. കോറ് എൻഗേജ്ഡ് ആക്കുക. ഗ്ലൂട്ട് ടൈറ്റ് ചെയ്തിട്ട് നിൽക്കുക. പരമാവധി 1 മിനിറ്റ് എങ്കിലും നിൽക്കാൻ ശ്രമിക്കുക. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് പറ്റത്തില്ല. പതുക്കെ നിങ്ങൾക്ക് എന്തായാലും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ചെയ്ത എക്സസൈസുകൾ 2 ആഴ്ച നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. അത്യാവശ്യം ബോഡി പെയിൻ ഉണ്ടാവും. അത് എക്സസൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. ഈ എക്സസൈസിനോടൊപ്പം തന്നെ നിങ്ങൾ ചെറിയൊരു ഡയറ്റ് ഫോളോ ചെയ്യണം. വലിയ അതികഠിനമായ ഡയറ്റുകളൊന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളിപ്പോൾ ബിഗിനേഴ്സ് മാത്രമാണ്. അത്യാവശ്യം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറച്ചിട്ട്
അളവ് കുറക്കുക. പിന്നെ ഷുഗറും പരമാവധി കുറക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പുറത്തുള്ള ഭക്ഷണവും ഷുഗറും നിങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതൊരു ചെറിയൊരു ഡയറ്റാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതികഠിനമായ ഡയറ്റ് നമ്മളെ കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഇത് 2 ആഴ്ചത്തേക്ക് ഉള്ള ചെറിയൊരു ഡയറ്റ് പ്ലാൻ ആണ്. അടുത്ത നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ഇതിലും കുറച്ചുകൂടി നല്ലൊരു ഡയറ്റ് പ്ലാനും വർക്കൗട്ടും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.